നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആഹാ, ആരൊക്കെയാ ഇത്? പിച്ചുമോനെ കൂട്ടാതെയാണോ രണ്ടുപേരും വന്നേ? ആരാ ഭാനുമേത്? മാഷിന്റെ അനുമോളും മരുമകനുമാ. കേറുവാ മക്കളെ. ആഹാ അച്ഛാ, അനുമോളെ എന്തു പറ്റി എല്ലാരും കൂടി ഈ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ? അച്ഛനോട് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി എന്താ? അമ്മയ്ക്ക് പകരം ഇത്തവണ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് അനുപമയെ മത്സരിക്കുന്നേ. ആണോ മോളെ? കൊള്ളാലോ. ആ ഒരു കാര്യത്തിലും മത്സരബുദ്ധി കാണിക്കാത്ത ആളെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? അത് പിന്നെ അങ്ങനെ വേണ്ടി വന്നതാ അച്ഛാ. അല്ല, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണോ ഇന്ദിര? നിന്റെ അമ്മ ഒഴിഞ്ഞ സീറ്റിലെ മത്സരിക്കാൻ അനുവിനെ നിന്റെ അമ്മ സമ്മതിച്ചോ? ആ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അനുപമേ അനു മത്സരിക്കാൻ തീരുമാനിച്ചത്. ആണോ? അയ്യോ, അതൊരു അത്ഭുതം തന്നെയാണല്ലോ. സുശീലയുടെ ആഗ്രഹത്തിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഭാനുമ്മ പറഞ്ഞ പോലെ അത് ഉള്ള സന്തോഷം കെടുത്തേ ഉള്ളൂ. ആ സീറ്റ് പോയത് അതങ്ങ് അമ്മയ്ക്ക് വലിയ നാണക്കേടായച്ച. കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ മത്സരിച്ച ആ നാണക്കേട് കുറച്ചെങ്കിലും മാറി കിട്ടുമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാ ഞാൻ. അത് നന്നായിട്ടോ. ദയ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സുശീലയ്ക്ക് നിന്നോട് വീണ്ടും ശത്രുത തോന്നുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അച്ഛാ, തുടക്കത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പലതും ആലോചിച്ചിട്ടാവണം അമ്മയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. സുശീല ഇപ്പൊ സ്വന്തം കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാൻ തുടങ്ങി എന്നാ അതിനർത്ഥം. അതൊരു നല്ല ലക്ഷണമാണല്ലോ അല്ലേ? ആ അതെ അതെ. ആ ഇന്നലെ അമ്മ തന്നെ അനുവിനെയും കൂട്ടി പാർട്ടി ഓഫീസിൽ പോയിട്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. അതെന്തായാലും നന്നായി. ഇന്ന് തന്നെ അച്ഛനെ വന്ന് കണ്ട് അനുഗ്രഹമാണ് അനുവിനോട് പറഞ്ഞതും അമ്മ തന്നെയാ. ആണോ മോളെ? ആ അതെ അച്ഛാ. അച്ഛന് സന്തോഷായി. എന്റെ മോളെ ഞാൻ പ്രത്യേകിച്ച് അനുഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന്റെ ഈ മനസ്സ് എപ്പോഴും എന്റെ പൊന്നുമോളുടെ ഒപ്പം തന്നെയാണ്. അതെനിക്ക് അറിയാച്ചാ. ഞങ്ങൾ അച്ഛനെ ഈ വിവരം അറിയിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. അല്ല, രഘുവേട്ടനും അമ്പിളിച്ചൊക്കെ ഇവിടെ ഉണ്ടോ അച്ഛാ? ഇല്ല, രഘു അമ്പിളിയും കമ്പനിയിലേക്ക് പോയിരിക്കാം. ചീരും മക്കളെത്തും. മക്കൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇന്ദ്രേട്ടാ, നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ആ ഞാനേ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം കേട്ടോ. ആയിക്കോട്ടെ. അച്ഛൻ ഞങ്ങൾ അകത്തോട്ട് ചെല്ലല്ലേ? നിങ്ങൾ അങ്ങോട്ട് ചെല്ലോ. ആഹാ, ഇവരിവിടെ കരച്ചിലാണോ? ആ കൊറേ നേരം കഴിയുന്നേ. എന്താ പറ്റിയത്? കരയണ്ട കരയണ്ട കരയണ്ട. എന്തിനാ കരയുന്നേ? നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ഇവരെ രണ്ടുപേരെ എടുത്തോണ്ട് അങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ട്. ശരിയാ. നീ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഭദ്രമോളെയും ആർച്ചമോളെയും കാണാൻ ഞങ്ങളല്ലേ ഇങ്ങോട്ട് വരേണ്ടത്? മക്കളെ, വലിയമ്മയും വലിച്ചനെ അറിയോ? അവർക്ക് എല്ലാരെയും അറിയാം. പക്ഷെ ആരെ കണ്ടാലും ആദ്യം ഒരു കരച്ചില അല്ലേ? കുറുമ്പികളാ രണ്ടും. ചിരു, വിനയം വന്നിരുന്നല്ലേ? മക്കളെ കണ്ടിട്ട് പോയി. ഞാൻ അയാളെ കാണാൻ കൂട്ടാക്കിയില്ല. അത് നന്നായി. മക്കളുടെ പേരിൽ കാശ് വാങ്ങിച്ചാലും അവൻ ഇവരുടെ അച്ഛനല്ലാതാവില്ലല്ലോ. അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ അയാൾ ഇവിടേക്ക് വരാൻ പാടില്ലാത്തത്. വിനീന്റെ കാര്യത്തിൽ അത് പ്രതീക്ഷിക്കേണ്ട ചേരൂ. അവൻ ഓരോന്നും പറഞ്ഞ് ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ കർശനമായ എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും. കൂടുതൽ ശല്യമാവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇന്ദ്രേട്ട. അച്ഛനും രഘുവേട്ടനും അമ്പിളി ചേച്ചിയൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളതോ ഒരാശ്വാസം. നിന്റെ
ഡെലിവറി ഡേറ്റ് അടുത്ത സ്ഥിതിക്ക് തൽക്കാലം പ്രശ്നത്തിനൊന്നും പോണ്ട മോളെ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വിനയ നിന്നെ കൂടുതൽ വെറുപ്പിക്കാൻ സാധ്യതയില്ല. എനിക്ക് അയാളെ കാണുന്നതേ വെറുപ്പാ ചേച്ചി. സത്യത്തില് വല്ലാത്തൊരു പ്രതിസന്ധിയില്ല ഞാൻ. മനസ്സുകൊണ്ട് മടുത്തൊരു മനുഷ്യന്റെ കുഞ്ഞിനെ വയറ്റില് ചുമക്കേണ്ടി വരും. ആ കുഞ്ഞ് ജനിച്ചു വീഴും മുമ്പേ അതിന് അവകാശം പറയാൻ അയാള് പുറത്തു വന്ന് കാത്തു നിൽക്കുക. അങ്ങനെ ഒരാളുടെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ മരിച്ചു പോയെങ്കിലോ എന്ന് വരെ ആലോചിച്ചു പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ. മോളെ ചിരു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും കാലം നീ പിടിച്ചു നിന്നില്ലേ? വിഷമിക്കല്ലേ മോളെ. സോറി ഇന്ദ്രേട്ടാ. ഏയ്, ചീരുവിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ, അതിന് ഭാനുമ്മ പോയിട്ടുണ്ട് ചിരു. കുഴപ്പമില്ല, ഞാനിവിടെ ചെല്ലാം. ചേച്ചി മക്കളെ നോക്കിയാൽ മതി. ആ, എടാ, വാ, 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 വാ. ആ. ദാ, ദാ. രണ്ട് മഞ്ഞക്കിളികളും ഉണ്ടായിരുന്നല്ലോ മാമ. അയ്യോ, അത് ചത്തുപോയി. അയ്യോ, ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കണേ. എല്ലാം കൂടെ നോക്കാനൂടെ ആള് വേണ്ടേ? അമ്പിളി അങ്ങനെ ചോദിച്ചാൽ അവളെ തെറ്റൊന്നും പറയാൻ പറ്റില്ല വിനയ. ആദ്യത്തെ പ്രസവം നോക്കാനുള്ള ഉത്തരവാദിത്വേ പെണ്ണിന്റെ വീട്ടുകാർക്കുള്ളൂ. പിന്നീടെല്ലാം ഭർത്താവിന്റെയും വീട്ടുകാരുടെ ഉത്തരവാദിത്വ. ആദ്യത്തെ പ്രസവം പെണ്ണിന്റെ വീട്ടുകാർ നോക്കണം എന്നുള്ളതൊക്കെ പണ്ടത്തെ കാരണവന്മാര് കൈ നനയാതെ മീൻ പിടിക്കാനുണ്ടാക്കിയ നിയമമാണ്. ഇന്നത്തെ ആണുങ്ങൾ അതൊന്നും ചെയ്യില്ല. പ്രസവത്തിന് ഭാര്യയെ അവളുടെ വീട്ടിൽ പറഞ്ഞു വിടാത്ത ഭർത്താക്കന്മാർ വരെയുണ്ട്. സ്വന്തം കുഞ്ഞ് ജനിച്ചതിന്റെ ഹോസ്പിറ്റൽ ചെലവ് കൊടുക്കാൻ മടിക്കുന്നവൻ ആണാണോടാ? ചീരുവിന്റെ ആദ്യത്തെ ഡെലിവറിക്ക് ഞങ്ങൾ കാശ് കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാമനോട് ആരെങ്കിലും പറഞ്ഞു? അന്ന് കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ള സമയമായിരുന്നു മാമ. പിന്നെ അനന്തം മാഷ ആളായി നിന്ന് കാര്യങ്ങളെല്ലാം നോക്കുമ്പോ നമുക്ക് ഈ കാശ് വെച്ച് നീട്ടാൻ പറ്റുമോ? അന്ന് അതല്ലേ അമ്മ ഉണ്ടായത്? അതെ ഏട്ടാ, ഹോസ്പിറ്റൽ ചെലവൊക്കെ മാഷ് സ്വയം ഏറ്റെടുക്കുക. ഒന്നും ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ സമ്മതിച്ചതേ ഇല്ല. ഞാനും ബാലേട്ടനും ബില്ലെടുത്ത് ചെന്നപ്പോ അപ്പോഴേക്ക് മാഷ് എല്ലാം കൊടുത്തിരുന്നു. മാമ, ഇതാണ് സത്യം. എന്നിട്ട് അമ്പിളി ചേച്ചി ഇന്നെന്റെ മുഖത്ത് നോക്കി പറഞ്ഞ എന്താ? ഇരട്ട കുട്ടികൾ ജനിച്ച ഉടനെ ഞാൻ അവിടുന്ന് മുങ്ങിയെന്നാ. കുഞ്ഞുങ്ങളെ കണ്ട ശേഷം ഞാൻ അവിടുന്ന് പോയി എന്നുള്ള സത്യ. ജോലി സംബന്ധമായിട്ട് ഒരിടം വരെ പോകേണ്ടി വന്നാൽ പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ?